ഹലോ ഗായ്സ്, വെൽക്കം ടു ക്രോപെക്സ് 5. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു എപ്പിസോഡും കണ്ടാണ് വന്നേക്കുന്നത്. എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിൻ്റെ പേരെന്താ, ജോണി ട്രിഗർ എന്ന് പറഞ്ഞ ഗെയിമാണ്. ആസിഫ് മച്ചാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇറക്കണത് തന്നെ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. കളി നിങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഗൺസാണ്. കണ്ട, ഇതിലിപ്പോൾ ഈ ഗൺസ് ഉണ്ട്. എനിക്കിതിൽ സ്കിന്നൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട, ഈ സ്കിന്നുണ്ട്. പിന്നെ ക്ലോക്ക്, മക്കാറോ, ക്ലാംബർ, ടൂറോസ്, കോൾട്ട്, റിനോ, മുഷർ, പിന്നെ ഏതാ ലൂഗർ. അതേപോലത്തെ സബ്മിഷൻ ഗൺസും ഉണ്ട്. കാണിച്ചു കണ്ട APC-9, MP5, MK2, സ്കോർപ്പിയോൺ, ടെക്-9, മിന്യൂസി, വെക്ടർ, ഔട്ടോ 9, M20, മാറ്റ്, പിന്നെ P90. ഇത്രയും തോക്കും കൊണ്ടാണ് നമ്മൾ കളിച്ചായിരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം കളി തുടങ്ങുമ്പോൾ കിട്ടുന്ന ഷൂട്ട് ഇതാണ്. പിന്നെ ഇത് കിട്ടും ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഷൂട്ട്സ് ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ഷൂട്ട് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഷൂട്ടാണ്. ഭയങ്കര എല്ലാത്തിനേക്കാളും ഡിഫറെൻ്റ് ടൈപ്പ്. പിന്നെ ഇത് രണ്ടും, സൈക്കോയും പിന്നെ ഇൻഫെർണലും. സെക്കൻഡ് സാധനം ഇത് സ്പൈഡർ. ഇവന്മാർ മൂന്നുണ്ടല്ല, ഇവർക്ക് ഇണ്ണാച്ച ഐറ്റങ്ങളാണ്. ഇവന്മാർ ഫസ്റ്റ് ഇവൻ, സെക്കൻഡ് ഇവൻ, തേർഡ് ഇവൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവനെ കൊണ്ട് കളിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ലെവല് 300 ആക്കാൻ തന്നെ എന്തോരം കഷ്ടപ്പാടാ. കുറേ കഷ്ടപ്പാട് എടുത്ത് നല്ല കഷ്ടപ്പാടാണ് 300 ആക്കലെന്ന്. നിങ്ങൾ പറയണ പോലെയൊന്നും അല്ലേ, നല്ല പണിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു എളുപ്പ ഗെയിമാണ്, പക്ഷെ ഇതല്ല. ഇത് കളിച്ചാലും അപ്പോൾ ടാപ്പ് ടു പ്ലേ എന്നുണ്ടാവും. പ്ലേ. ഓക്കെ. ഞാൻ ഫിഷേതായിട്ട് ഫുള്ളും പറഞ്ഞില്ലല്ലേ. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെയും അതിൻ്റെയും കാര്യം മാത്രം പറഞ്ഞുള്ളൂ. ഗൈസ്, ഇതാണ് ഗൈസ് ആകെയുള്ള പ്രശ്നം. ഈ ഗെയിം കളിച്ചാൽ ആകെയുള്ള പ്രശ്നം ഇതാണ്. ഇതാവല് ആകെയുള്ള പ്രശ്നം ഇതാണ്, പരസ്യം വരൽ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ രണ്ട് കാര്യം ചോദിച്ച്, ഒരെണ്ണം തോക്കിൻ്റെയും ഒരെണ്ണം ഔട്ട്ഫിറ്റിൻ്റെയും. അപ്പം അടുത്തത് മിഷൻസാണ്. മിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 മിഷൻസ് ആയിരിക്കും. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീക്രട്ട് മിഷൻ ഉണ്ടാവും. സീക്രട്ട് മിഷൻ കുറച്ച് പണിയാണ്. അത് 3 എണ്ണവും നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് സീക്രട്ട് മിഷൻ കിട്ടും. അടുത്തത് നമ്മുടെ ബേസ്, നമ്മുടെ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഞാനിത് മൊത്തം ഡെക്കറേഷൻ ചെയ്തെടുത്തേക്കണതാണ്. കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിങ്ങൾ ഈ ചുറ്റികയും കൊണ്ട് നിങ്ങൾ അടിച്ചടിച്ച് ഫുൾ സെറ്റാക്കണം. മുകളിലത്തെ നിലയിൽ പണി നടന്നുകൊണ്ടിരിക്കണതാണ്. കുറേ ഇനി പണി ചെയ്യാനുണ്ട്, 3 പണിയുണ്ട്. അതൊക്കെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ കാശ് നോക്കുമ്പോൾ തന്നെ അറിയാം, 2000 എത്ര ഉണ്ട്. പിന്നെ നമ്മുടെ ഡയമണ്ട് നോക്കണമെങ്കിൽ 221 ഉണ്ട്. പിന്നെ വീക്കിലി പ്രൈസ് ഇത് എനിക്ക് 25 ഉണ്ടായത്. ഞാൻ ഇത് ഫുള്ള് ഓടിച്ച് കറക്കിയതാണ്. അപ്പോൾ നമുക്കിനി നേരെ കളിയിലോട്ടോ. ടാപ്പ് ടു പ്ലേ. കണ്ട ഇനി എനിമീസൊക്കെ വരുമ്പോൾ നമ്മൾ അടിച്ചിടണം. അവൻ ആ സമയത്ത് തന്നെ തീർന്നു. ഇനി അടുത്തവൻ. ഓക്കെ, അവനെയും തീർത്ത്. പിന്നെ ഇത് ചെക്ക് പോയിൻ്റ് കിട്ടി. 301 ലെവലാട്ടോ ഗൈസ്. ഇനി അടുത്തത് നമുക്ക് 400 ഒപ്പിക്കണം. അപ്പം ഈ വീഡിയോ നമ്മൾ എപ്പിസോഡായിട്ട് ഇടുക എന്ന് വെച്ചാൽ പാർട്ടായിട്ട് ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുക. അത് നല്ലൊരു ഇതായിരിക്കും. പാർട്ട് അങ്ങനെ നമുക്കൊരു 100 ഇറക്കാം. 100 വരെയും പാർട്ടൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ 101 ലെവലായിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. സന്തോഷ വാർത്ത എന്താണെന്നറിയാമോ? നമ്മൾ 300 ലെവലാക്കി, അതാണ് നമ്മൾ സന്തോഷ വാർത്ത. അപ്പം 300 പ്രാവശ്യം ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവനെയൊന്നും കൊല്ലാൻ പാടില്ല കേട്ടോ. അവനെയൊന്നും കൊല്ലാൻ പാടില്ല. അവനൊക്കെ നമ്മുടെ ആളാണ്, നമ്മുടെ ബഡീസാണ്. അതൊക്കെ മുയലിൻ്റെ ബഡീസാണ്. ആ കണ്ണട വെച്ചിരിക്കണം. ഗുണ്ടകൾ പിടിച്ചേക്കണേ മുയലിനെ. ഇവിടെ കൊണ്ടുവന്നാൽ പൂട്ടിയിട്ടേക്കണ ഗുണ്ടകൾ മുയലിൻ്റെ ബഡീസിനെ പിടിച്ചുകൊണ്ട് വന്നേക്കണേ. എന്നിട്ട് ഇവിടെ പൂട്ടിയിട്ടേക്കണേണ്. അതാണ് പ്രശ്നം. നമ്മൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് 302ാമത്തെ ഒരു 310 നമുക്ക് കളി സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ ഒരു 310 ആകുമ്പോൾ തന്നെ നമുക്ക് കളി ക്ലോസ് ചെയ്യാം. അപ്പം തന്നെ സമയമൊക്കെ ആവും കളിയുടെ. അപ്പം നമ്മളൊരു 10
ഇതൊക്കെ ആയിരിക്കും കളിക്കണേ. ഒരു വീഡിയോയിൽ 10 ലെവൽ, ഒരു വീഡിയോയിൽ 10 ലെവൽ, അങ്ങനെ ആയിരിക്കും ഇറക്കണം. ഓ ഗണ്ണിൻ്റെ സ്കിന്നാ. ഓ എനിക്ക് 100 ഡയമണ്ട് കൊടുത്ത് കറക്കാനാണ്. അപ്പോൾ ഇവിടെ ആകെ 221 ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇനി 100 കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം കറക്കി നോക്കിയിട്ടാ, എന്നിട്ടാണ് എനിക്ക് ഈ സ്കിൻ കിട്ടിയ. ഒരു പ്രാവശ്യം കറക്കി നോക്കി എന്നിട്ടാണ് ഈ സ്കിൻ കിട്ടിയ. കോൾട്ടിന് കണ്ടാ സ്കിന്നുണ്ടാ. ഇതിൻ്റെ സ്കിൻ എനിക്ക് കളി തുടങ്ങിയപ്പോഴേ കിട്ടിയതാണ്. പ്രോകൾക്കൊക്കെ കളി തുടങ്ങുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടാ. കണ്ട സീനാണ്. അപ്പം നമുക്ക് ഞാൻ മിനിമൈസ് പറയാലോ. ഇവനൊക്കെ ഇവിടെ തൂങ്ങി കിടക്കണം. ഇവനൊക്കെ അടിച്ചിടണം. അടിച്ചിട്ട് ഹെഡ് ഷോട്ട് ചെക്ക് പോയിൻ്റ് എടുത്തോ. ആ സാധനത്തിൽ അവിടെ ഒരു അലർട്ടിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും. അത് വെടിവെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ സാധനം അടിയിലോട്ട് വീണ് അവന്മാരുടെ തലയിലോട്ട് വീണ് അവന്മാർ ചത്തോളും. സ്കില്ല് നോക്കിയാണ് ഇവന്മാർ കുറങ്ങിയൊക്കെ കുഞ്ഞന്മാരാണ്ടാ. എല്ലാം കുഞ്ഞന്മാരാണ്, ഭയങ്കര ചെറുതാണല്ലോ. എന്നപ്പോൾ നമ്മളിപ്പോൾ ബോസ് ഫൈറ്റും ഉണ്ട്, പിന്നെ ബോണസ് ലെവലുണ്ട്. ബോണസ് ലെവലിലാണ് നമുക്ക് ചുറ്റികയും ഡയമണ്ടൊക്കെ നമ്മൾ വെടി പൊട്ടിച്ച് നമ്മൾ അതൊക്കെ എടുക്കേണ്ടി വരും. നമ്മളെന്തായാലും ഇപ്പം 304 ലെവൽ ഈ തോക്കാം. നിങ്ങൾ പറ ഗൈസ്. ആ കുത്താൻ വരുമ്പോൾ കയ്യും കുത്തു തരും കുത്തു ജീപ്പ് വെള്ളം താറ മക്കളെ കയ്യിലൊരു ബാങ്ക് നടുക്കത്ത. ശേ പൈസ. ആ തോക്ക് അടിപൊളി തോക്കായിരിക്കും. അതിൻ്റെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഓ ഗൈസ് ന്യൂ ഔട്ട്ഫിറ്റ് 80 പ്രാവശ്യമായി. ഇനിയിപ്പോൾ നമുക്കൊരു 10 പ്രാവശ്യം കൂടെ ഒരു 10% കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഔട്ട്ഫിറ്റ് കിട്ടും. അത് നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുള്ളൂ ഗൈസ്. ഇനിയൊരു 1 2 3 4 ഒരു 4 കളിയും കൂടെ കളിക്കുമ്പോൾ ഒരു 308 എത്തുമ്പോൾ നമ്മുടെ ബോസ് ഫൈറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ 305. അയ്യോടാ അവനടിച്ചിട്ടില്ല. ഓടാ ശരി കളി തോറ്റ്. അവനെങ്ങനെങ്കിലും അടിച്ചിടണം. വിട്ട് അവനെങ്ങനെങ്കിലും അടിച്ചിടണം. അവൻ ചത്ത് ചാവ്. ഓക്കെ. ഹെഡ് ഷോട്ട്. അത്ര ഉള്ളു ഗൈസ്. ഹെഡ് ഷോട്ട്. അപ്പോൾ ഗൈസ് ന്യൂ ഔട്ട്ഫിറ്റാണ്. അയ്യേ ഇതെന്താണിത്? താടിയാ. വേണ്ട ഗൈസ് വേണ്ട വെറുതെ പരസ്യം കാണണ്ട. ഈ മണ്ടന്മാരെയൊക്കെ പരസ്യത്തെ കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമേ അല്ല. 306 ലെവലാണ്. 307 308 ലെവലൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ബോസ് ഫൈറ്റൊക്കെ എത്തും. ബോസ് ഫൈറ്റ് എന്ന് വെച്ചാൽ ഇവന്മാർ ഒരടിക്ക് തന്നെ ചാവൂല. നോ ആമോ. ഇവന്മാരൊക്കെ ഒറ്റയടിക്ക് ചാവും. പക്ഷേ ബോസ് ഫൈറ്റ് അങ്ങനെയൊന്നുമല്ല. ബോസ് ഫൈറ്റിന് എത്ര അടിച്ചാലും ചാവും. പക്ഷേ അത്യാവശ്യം ഉണ്ടേക്കാ തീരും നമ്മുടെ കയ്യിലുള്ള. നല്ല പവറായിട്ട് കളിക്കണം കേസ്, എന്നാലും അവൻ ചാവുള്ളൂ. അപ്പം ഇവന്മാരൊക്കെ ഒറ്റ വെടി തന്നെ ചാവും. ഒറ്റ വെടി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു 5-6 പൊട്ടു കേട്ടോ. അത് ഇങ്ങനത്തെ അത് സബ്മിഷൻ ഗൺസ് ആയതുകൊണ്ടാണ്. മറ്റേ ഗണ്ണുണ്ടല്ല, മറ്റേ പിസ്റ്റൽ രീതിയിലുള്ള ഗണ്ണ് USB അത് അങ്ങനത്തെ തോക്കൊക്കെ ഒറ്റ വെടി തന്നെ പൊക്കണം. അത് ഒറ്റ ഉണ്ടയും ഒറ്റ ഇതൊരു 5-6 107 ലെവലായി. 109 ലെവലിലായിരിക്കും എനിക്ക് തോന്നുന്നു ബോസ് ഫൈറ്റ് കേട്ടോ. 109 അവിടെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ട ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ കൂടെ വേണം ഇവന്മാരടിച്ചിടാൻ. അങ്ങനത്തെ ലെവലൊക്കെ തന്നെയാണെങ്കിൽ അങ്ങനെ അടിച്ചിടാം, അല്ലെങ്കിൽ സാധാ പോലെ അടിച്ചിടാം. ഒരു മിറർ പോലത്തെ സാധനം വരും, അതിലോട്ട് നമ്മൾ എയിം ചെയ്ത് മറ്റൊക്കെ ഇറങ്ങി മറ്റേ എയിമിലോട്ട് വരുമ്പോൾ അവനെ അങ്ങനെ തീർക്കാം. ഓക്കെ. വീക്ക്ലി പ്രൈസ് വല്ലതും കിട്ടിയ ഒന്നുമില്ലല്ലോ. ബേസിലാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും തുറക്കണം കേട്ടോ കേസ്. എങ്ങനെയെങ്കിലും തുറക്കും, നമ്മൾ തുറന്നിരിക്കും. സ്റ്റോറി കേസ്, ഇവൻ്റെ സ്റ്റോറി ഞാൻ കാണിച്ചു തരാം. അതാണ് മെയിൻ. ഇവനിങ്ങനെ നടന്നു തന്നെ കാരണം അപ്പോൾ നെൽത്തിറന്നൊരു കൊച്ചിനെ കിട്ടി. ആ കൊച്ചിനെ ഇവൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് ആ കൊച്ചിനൊരു കണ്ണട അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ ആ കൊച്ചിന് നല്ല ഇഷ്ടമായി കണ്ണട. എന്നിട്ട് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്ന ഗുണ്ടകളുടെ അടുത്ത് ഇവർ ചോദിച്ചു, നിങ്ങളുടെ മോനാണോ അല്ലേന്ന്. അപ്പോൾ തന്നെ ഗുണ്ടകൾ വണ്ടി എടുത്തിട്ട് ഇവനങ്ങോട്ട് വെടിവെച്ച് പക്ഷെ ഇവൻ ചത്തില്ല. എന്നിട്ട് ഇവൻ ഇതിൻ്റെ അകത്തൊരു മോൺസ്റ്ററിൻ്റെ അടുത്തും ചോദിച്ച് ഇത് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറേ ബേബീസ് മിസ്സിങ്സൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു നടന്നു. അപ്പോഴാണ് ഒറ്റൊരു ബേബി മാത്രം മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞത്.
അങ്ങാടേക്ക് വന്ന് നടന്നങ്ങോട്ട് പോയി. നടന്ന് പോയി ഇങ്ങനൊരു സാധനം കണ്ട്. ആ സാധനം തുറന്നു നോക്കാൻ പറ്റില്ല. പിന്നെയും തുറന്നു നോക്കി പറ്റില്ല. പിന്നെ ഒരു ചില്ല് ബോക്സ് വന്ന് ആ ചില്ല് ബോക്സ് ഉറങ്ങി നോക്കിയപ്പോൾ ഒരു പേപ്പറിലാണെങ്കിൽ താക്കോൽ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടർല പോലത്തെ ഒരു സംഭവത്തിൽ കയറാൻ തോന്നി. അങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് പോയി. സ്വിച്ചൊക്കെ ഇട്ട് ഇതാണ് മോനെ എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ കാണിച്ചു കൊടുക്കണതാണ് എനിക്ക്. ഇതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോണസ് ലെവലിലോട്ട് കയറാറ്റെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കഥയിൽ ആ ഒരു കുഞ്ഞുണ്ടല്ല, അത് മിക്കവാറും ആരാവും അറിയാമോ? ആ കുഞ്ഞുണ്ടല്ല, അത് മിക്കവാറും ഇവനാവാനാ സാധ്യത. എന്ന് വെച്ചാൽ കണ്ണട അതവൻ്റെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു വലുതാവുമ്പോൾ ആ കുഞ്ഞ് വലുതാവുമ്പോൾ ഇവനെ പോലെ ആവും. ഇവനെ പോലെയല്ല, ഇവനാണത്. വലുതായതിന് ശേഷമുള്ള വീഡിയോ കളിയാണിത്. അപ്പോൾ എൻ്റെ കുഞ്ഞിലുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ 308ാമത്തെ ലെവല്. കമോ, എനിക്ക് അതിന് പറഞ്ഞിരിക്കാൻ സമയമില്ലെങ്കിൽ വീഡിയോ അതിൻ്റെ പേര് സമയമായിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ, ആസിഫ്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടണം കേട്ടോ. അവൻ പറഞ്ഞാണ് എടാ എന്നും പറയും കേട്ടോ അവൻ, സീന വീഡിയോ ഇടും സീന പ്ലീസ് വീഡിയോ കാലൊടിക്കാളാ അങ്ങനെയൊക്കെ പറയും. ഞാൻ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞാണ്. മച്ചാനെ നമ്മൾ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടും. നമ്മൾ ഗുണാക്കേവി പോകുന്ന ഒരു വീഡിയോ നമ്മൾ ഇടും. പേടിക്കണ്ട, ഡോണ്ട് വെറി, നോട്ട് ഫിയർ. പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഞാൻ സെറ്റാക്കി തരാം. എന്തിനാ പേടിക്കണം മച്ചു? പേടിച്ചിട്ടൊന്നൊരു കാര്യമില്ല. അപ്പം 309ാമത്തെ ലെവലാണ്, ബോസ് ഫൈറ്റാണ്. അപ്പം ഇപ്പം മിന്യൂസിയും കൊണ്ട് കളിക്കണേ. നമുക്ക് വെറ്ററും കൊണ്ട് കളിക്കേണ്ട സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ. യെസ്, വെറ്ററാണ്. അപ്പം ബോസ് ഫൈറ്റാണ്. ബോസ് ഫൈറ്റ് നിങ്ങൾ കാണണ്ടേ? കണ്ടോളൂ. എന്നോട് പോണാണ് കണ്ട ബോസ് ഫൈറ്റ് അതാണ്. കണ്ട എത്ര അടി കൊടുത്താലും അവൻ്റെ മുകളിൽ അവൻ്റെ ലൈഫ് ഉണ്ട് കേട്ടോ. കണ്ട അവനക്ക് ഹെഡ് ഷോട്ടൊക്കെ കൊടുത്താലും അവൻ്റെ ലൈഫ് തീരില്ല. കണ്ട അവൻ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പം എന്നെ വരെ അവനെ അടിച്ചിട്ട് ഒന്നും കൂടെ അവനെ തീർത്ത് നോക്കാം. ഫുൾ ഹെഡ് ഷോട്ട്, അടി. പിന്നെ ഫുൾ ഹെഡ് ഷോട്ട്, അടി. ചത്തി. യെസ്. അങ്ങനെ നമ്മുടെ 309ാമത്തെ ലെവല് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. 310 ആയിട്ടുണ്ട്. അപ്പോൾ 11 തുടങ്ങി 20 വരെയുള്ള വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിണ്ണാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. ടാറ്റാ.